ഹായ് നമസ്കാരം, നാനുങ്കൾ നന്ദിനി. ഇന്ന് വന്നിട്ട് നമ്മൾ മിനി ചേച്ചിയുടെ പാർലറിലേതാണ് ഉള്ളത്. ഞാൻ ഇൻസ്റ്റായിൽ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് മിനി ചേച്ചിയുടെ പാർലറിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു. ഇതാണ് എൻ്റെ മിനി ചേച്ചി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വന്നിട്ട് എൻ്റെ ഹെയറിൽ വന്നിട്ട് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ വന്നിട്ട് എനിക്ക് വൈറ്റ് ഹെയർ കൂടുതലുള്ളത് കൊണ്ട് ചേച്ചിയുടെ ഹെയർ കളറിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബർഗണ്ടി കളറാണ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. എനിക്ക് ചേച്ചി ചെയ്തിരിക്കുന്ന കളറാണ് ഇഷ്ടം. പക്ഷേ അത് ചെയ്യാൻ പറ്റത്തില്ല. അത് 2-3 പ്രാവശ്യം ചേച്ചി വന്നിട്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചേച്ചിയുടെ ഹെയർ വന്നിട്ട് സൂപ്പറായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഹെയർ വന്നിട്ട് ഭയങ്കര ബ്ലോക്കാണ്. ഞാൻ ഇടയിൽ ഇതിന് മുന്നേ വന്നിട്ട് ഹെയർ വന്നിട്ട് ബ്ലാക്കിലെ കളർ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഭയങ്കര തിക്നെസ് ആയിട്ട് എൻ്റെ ഹെയർ കൂടെ കട്ടിങ് ഉള്ളത് കൊണ്ട് ഭയങ്കര തിക്നെസ് ആയിട്ട് அந்த ബ്ലാക്ക് കളർ വന്നിട്ട് എൻ്റെ ഹെയറിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് തന്നെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ഇത് വന്നിട്ട് ഹെയർ വന്നിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട്. ആ ഇടയിൽ വന്നിട്ട് ചേച്ചിയുടെ ഏതൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം. അവിടെ നിങ്ങൾ അടുത്ത് കാണുന്നുണ്ട് വന്നിട്ട് ഹൈഡ്രാ ഫേഷ്യലാണ്. പിന്നെ മേക്കപ്പുകളുടെ എല്ലാ ഐറ്റംസും ചേച്ചിയുടെ ഉണ്ട്. ലിപ്സ്റ്റിക്ക്, ക്രീം, ഫേസ് വാഷ് ഇതെല്ലാമേ ഉണ്ട് ചേച്ചിയുടെ. ഹെയർ വന്നിട്ട് സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, ഹെയർ സ്പാ എല്ലാം ചെയ്യുന്നുണ്ട്. മാരേജ് മേക്കപ്പ്, എല്ലാ ഫംഗ്ഷനുകളുള്ള മേക്കപ്പ് ചേച്ചി പോയി ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്, പിന്നെ വന്നിട്ട് ബൊട്ടിക്ക് എല്ലാം ഓവറോൾ ഒരേ ഇടത്തിൽ കിടക്കുമെങ്കിൽ മിനി ചേച്ചിയുടെ പാർലറിൽ തന്നെ കിടക്കും. ഇത് വന്നിട്ട് നെയ്യാറ്റിൻകരയിലാണ് പറഞ്ഞത്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷനിലോട്ട് നേരെ കാട്ടക്കട പോകുന്ന വഴിയിലാണ് ചേച്ചിയുടെ പാർലർ ഉള്ളത്. അവിടെ പോയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയെങ്കിൽ അവിടെ സ്റ്റിച്ചിങ് അവിടെ ചെയ്യാം, മേക്കപ്പ് അവിടെ ചെയ്യാം. ഒരേ ഇടത്തിൽ തന്നെ നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കോമഡിയാണ്. ചേച്ചി ഭയങ്കര ഭംഗിന്ന് പറഞ്ഞ് ഭയങ്കര കോമഡിയാണ് ചേച്ചിയുടെ. പിന്നെ എനിക്ക് വന്നിട്ട് ഈ വെള്ള കളറിലെ ഒരു താളില്ലാതെ ചേച്ചി വന്നിട്ട് കളർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം പറയാൻ പറഞ്ഞു. എനിക്ക് ആ സൈഡിലാണ് വൈറ്റ് ഹെയർ കൂടുതലുള്ളത്, ബാക്കിയുള്ള ഒരിടത്തിലും വൈറ്റ് ഹെയർ ഇല്ല. അതുകൊണ്ട് ആ കവർ ഇടാതെ തന്നെ ചേച്ചി വന്നിട്ട് അത് വന്നിട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടി അവിടെ വന്നിട്ട് കൂടുതലായിട്ട് ആ ഹെയർ കളർ ഇടുന്നുണ്ട്. എന്നാൽ എനിക്ക് വൈറ്റ് ഹെയർ അവിടെ കൂടുതലായിട്ട് ഉണ്ട്. അത് സ്കൂൾ പഠിക്കുന്ന സമയത്തിൽ ആ ഒരു ഭാഗത്തിൽ മാത്രമേ എനിക്ക് വൈറ്റ് ഹെയർ കൂടുതലുണ്ട്. എന്തായാലും ഒരു വഴിയായിട്ട് ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെയായിട്ട് ഗോൾഡൻ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുറേ നേരം എടുത്ത് എനിക്ക് ഹെയർ കളർ പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് താഴോട്ട് വന്നിട്ട് 1 മണിക്കൂർ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും മേലിലോട്ട് പോയി എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്തപ്പോൾ പിടിക്കുമോ പിടിക്കலைയോ, ഹെയർ കളർ പിടിച്ചിട്ടുണ്ടോ എന്തോ ഒരു ഡൗട്ടിലാണ് നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഹെയർ വന്നിട്ട് കളർ വന്നിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ ഹൈലൈറ്റ് വന്നിട്ട് അവിടെ ഇവിടെയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് കുറച്ച് മുടി വന്നിട്ട് ഗോൾഡൻ കളറിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗോൾഡൻ കളർ ഹൈലൈറ്റ് വന്നിട്ട് മുടി ഉണക്കുമ്പോൾ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ വന്നിട്ട് നമ്മൾ ഉണക്കി നല്ലതായിട്ട് ഹെയറൊക്കെ വന്നിട്ട് നല്ല ഉണക്കിയ ശേഷം വന്നിട്ട് എനിക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കളർ വന്നിട്ട് എൻ്റെ ഹെയറിൻ്റെ കളറൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ചേച്ചി വന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ടൈമാണ്. എല്ലാവർക്കും 10 മിനിറ്റ് 15 മിനിറ്റിൽ തീരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വന്നിട്ട് കിട്ടത്തിട്ട് ഒരു 1.5 മണിക്കൂർ ആയിരിക്കും. പക്ഷേ ആ സമയത്തിൽ ഞാൻ അവിടെ വെറുതെ എന്തിനായിരിക്കണമെന്ന് പറഞ്ഞിട്ട് കടയിലോട്ട് വന്നു. ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് എൻ്റെ ഷോപ്പിലോട്ട് വന്നിട്ടാണ് തിരിച്ചു പോയി ഇതൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ വീണ്ടും നല്ല ഹെയർ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഹെയർ വന്നിട്ട് ഹീറ്റ് പണിയിട്ട് പിന്നെ അത് ചേച്ചിയാണ് ഹീറ്റ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് എൻ്റെ ഹെയർ കളർ നോക്കണം. ക്യാമറ വന്നിട്ട് മൊബൈലിൽ എടുക്കുന്നത് കൊണ്ട് അപ്പോഴപ്പോഴാണ് വന്നിട്ട് ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ വന്നിട്ട് ക്യാമറയുടെ ബ്ലാക്കും വൈറ്റുമായിട്ട് വരുമ്പോൾ ആ കളർ വന്നിട്ട് നിങ്ങൾ തോന്നുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ റീൽസിലെയോ വീഡിയോസിലോ ഇടുമ്പോൾ എൻ്റെ ഹെയർ കളർ വന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വന്നിട്ട് എൻ്റെ വൈറ്റ് ഹെയർ മറച്ചതല്ല, എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ചേച്ചി അവിടെ ഇവിടെ ആയിട്ട് ഇട്ടല്ല. ഇപ്പം ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ട് മുടിയിൽ, അത് വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൾറെഡി എൻ്റെ ഹെയറും വന്നിട്ട് കൊള്ളാൻ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഫുൾ ഹെയറായി വന്നിട്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്തിൽ അവിടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെയ്യാനിത്തെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടപ്പോൾ അവരോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അവരെ സംസാരിച്ചു. വോയിസൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഇടുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ പാർലറിൽ കുറേ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ചേച്ചി കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളിവിടെ ധൈര്യമായിട്ട് വന്ന് ചെയ്യാം. നെയ്യാറ്റിൻകര സറൗണ്ടിലുള്ളവങ്ങൾ ഇതാണ് ബെസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക്. പിന്നെ എല്ലാം ഒരിടത്തിൽ കിട്ടുന്ന കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കൂടുതൽ എളുപ്പമാണ്. ചേച്ചിയെക്കുറിച്ച് കുറേ പേർക്ക് അറിയാം. കഴിഞ്ഞ വട്ടം ആ വീഡിയോ എടുത്തപ്പോൾ എന്നോട് ഇവിടെ വന്നു കൂടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെക്കുറിച്ച്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, മറക്കാതെ കമൻറ്റ് ചെയ്യ്. എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ അപ്പം